SFI പ്രവർത്തകനെ ആക്രമിച്ചതിൽ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകർക്ക് പങ്കില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് KM ഷെഫ്രിൻ. ഇന്നലെ നടന്ന സംഘർഷം കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥികളുടെ സംഘവും SFI പ്രവർത്തകരും തമ്മിലാണ്. SFI പ്രവർത്തകർ നിരന്തരം അക്രമം അഴിച്ചുവിടുന്നുവെന്നും പോലീസും കോളേജും നിഷ്ക്രിയരാണെന്നും KM ഷെഫ്രിൻ പറഞ്ഞു. മഹാരാജാസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നടക്കുന്ന ചർച്ച പൂർണ്ണമായും ഫ്രട്ടേണിറ്റി പ്രവർത്തകർ SFI യൂണിറ്റ് സെക്രട്ടറിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നൊരു സ്വഭാവത്തിലാണ് ഇന്ന് രാവിലെ മുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 3rd DC റെപ്രസെന്റേറ്റീവ് SFIക്ക് നഷ്ടപ്പെട്ടിരുന്നു. KSU സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അപ്പോൾ ആ ഒരു സീറ്റ് നഷ്ടപ്പെട്ടത് മുതൽ 3ാം വർഷ വിദ്യാർത്ഥികളെ SFI ആക്രമിക്കുന്നൊരു നിരവധി സംഭവങ്ങൾ ക്യാമ്പസിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഇന്നലെയും നടന്ന സംഭവങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സംഘർഷത്തിൽ നമുക്കറിയാം 3ാം വർഷ വിദ്യാർത്ഥികൾ പ്രത്യേക ഒരു ഗ്യാങ്ങായി സംഘടിച്ചുകൊണ്ട് SFIയെ തിരിച്ചടിക്കുന്ന സംഭവങ്ങളും ക്യാമ്പസിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതൊരിക്കലും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അത്തരം അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല. ഞങ്ങളുടെ ഒരു പ്രവർത്തകനും അത്തരം അക്രമ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുമില്ല. റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. റാഫി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഹാരാജാസ് കോളേജിൽ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടു കൂടിയിട്ട് ഒരു പ്രവർത്തകനെയാണ്, ഫ്രട്ടേണിറ്റി പ്രവർത്തകനെയാണ് ആംബുലൻസിൽ കയറി, അതും പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലീസ് നോക്കി നിൽക്കെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? ഈ അക്രമങ്ങൾക്കെല്ലാം കാരണം എന്താണ്? ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് മഹാരാജാസ് കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയും ഫ്രട്ടേണിറ്റി പ്രവർത്തകനുമായ ബിലാലിനെ SFI പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിക്കുന്നത്. രാത്രി കോളേജ് പരിസരത്ത് കണ്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നലെ ഈ ഫ്രട്ടേണിറ്റി പ്രവർത്തകനെ മർദ്ദനമേൽക്കുന്നത്. ഈ ഫ്രട്ടേണിറ്റി പ്രവർത്തകനായ ബിലാലിനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി SFI പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ബിലാലിനെ SFI പ്രവർത്തകർ 2 ദിവസം മുൻപ് കോളേജിൽ സംഘം ചേർന്ന് മർദ്ദിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ബിലാലിനെതിരെ കോളേജ് നടപടിയെടുക്കുകയും ബിലാലിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ SFI പ്രവർത്തകരും ഫ്രട്ടേണിറ്റി പ്രവർത്തകരും തമ്മിൽ മഹാരാജാസ് കോളേജിൽ നിരന്തരം സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഇന്നലെ രാത്രി മഹാരാജാസിലെ SFI യൂണിറ്റ് പ്രസിഡന്റിന് കുത്തേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിന് ശേഷമാണ് ബിലാലിന് നേരെ SFI പ്രവർത്തകർ വലിയ തോതിലുള്ള അക്രമം അഴിച്ചുവിടുന്നത്. ബിലാലിനെ കോളേജ് പരിസരത്ത് കണ്ടതിനോടുകൂടിയാണ് ഇന്നലെ മർദ്ദിക്കുന്നത്. ഇതിനുശേഷം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ബിലാല് ചികിത്സക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തുകയായിരുന്നു. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് 30ഓളം വരുന്ന SFI പ്രവർത്തകർ ബിലാലിനെ ആശുപത്രിയുടെ അകത്ത് കയറി മർദ്ദിക്കുന്നത്. ഇതിനിടയിൽ സുരക്ഷാ ജീവനക്കാരിടപെട്ട് ബിലാലിനെ സംരക്ഷിക്കുകയും തുടർന്ന് സുരക്ഷാ ജീവനക്കാരും SFI പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. ഈ സംഘർഷത്തിനൊടുവിലാണ് SFI പ്രവർത്തകർ എറണാകുളം ജനറൽ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന്റെ പ്രധാന വാതിലും ചില്ലും അടിച്ചു തകർത്തത്. ഇതിനുശേഷം എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ളവർ പോലീസിനെ വിവരം അറിയിച്ചതോടുകൂടിയാണ് സ്ഥലത്ത് പോലീസ് എത്തുകയും ഈ സംഘർഷം അല്പം ഒന്ന് അയവ് വരികയും ചെയ്തത്. തുടർന്ന് പോലീസ് ഞാൻ റാഫിയിലേക്ക് തിരിച്ചെത്താം.